വെൽക്കം ടു ജിജെ വേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നേർന്നുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നുണക്കുഴി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഹോളിഡേ ആണ്, എല്ലാവരും വീട്ടിലാണ്. സോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സിനിമയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. സോ ഇന്ന് തന്നെ 3 സിനിമയാണ് എൻ്റെ അറിവിൽ മെയിനായിട്ട് റിലീസ് ആയിട്ടുള്ളത്. വാഴ എന്ന് പറഞ്ഞ സിനിമ, നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ, പിന്നെ തങ്കല എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ തമിഴ് സിനിമ. സോ ഞാൻ ഇതിൽ ചൂസ് ചെയ്തത് നുണക്കുഴിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ കോമഡി സിനിമകൾ നമുക്ക് എന്താ പറയുക, മൈ ബോസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു എന്റർടൈനിങ് ആണ്. നമുക്ക് ഭയങ്കര ചിരിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന അത്രയും ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മൈ ബോസ്. സോ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്ത്, അല്ലെങ്കിൽ അത്ര ഒരു കോമഡി സിനിമ, മാത്രമല്ല ട്രെയിലർ ഒരു രസമുള്ള ഒരു ട്രെയിലറായിരുന്നു. സോ അങ്ങനെ എക്സ്പെക്ട് ചെയ്താണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇതേ ജിത്തു ജോസഫ് തന്നെയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ടുള്ളത്. കാളിദാസ് ജയറാമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു എന്താ പറയുക, അതൊരു ഭയങ്കര ഒരു തമാശ ഒരു സിനിമയല്ല. സോ അതുപോലെയാണ് ഇതും ഒരു തമാശ സിനിമയാണ്, ഒരു കോമഡി എന്റർടൈനർ ആണ്, ഒരു കുറച്ച് ത്രില്ലിംഗ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. രസമായിട്ട് പോകുന്നുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയ്ക്കൊരു കോമഡി ഇല്ല. ഇതിന്റെ റൈറ്റർ നമുക്കറിയില്ല, 12th മാനൊക്കെ എഴുതിയ പുള്ളിയാണ്. സോ അദ്ദേഹത്തിന് നമുക്കൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇതെന്ന് വിചാരിച്ചു. അത്തരത്തിൽ തന്നെ ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണ്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഒരു വെറൈറ്റി തീമാണ്. സോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള അച്ഛന് മോനായിട്ട് ജനിച്ച ഒരു വ്യക്തി, ആ അച്ഛൻ്റെ മരണത്തിന് ശേഷം കമ്പനി ഏറ്റെടുക്കുകയാണ്, MD ആണ് കമ്പനിയുടെ. സോ ആ ഒരു ക്യാരക്ടറാണ് ബേസ്ഡ് ചെയ്യുന്നത്. സോ ആ ഒരു ക്യാരക്ടർ കുറച്ച് പെക്യുലർ ആയിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ ഭാര്യയെ കല്യാണം കഴിച്ച്, ഭാര്യയുടെ അഭിനയിക്കുന്നത് നിഖിലയാണ്. സോ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു പുള്ളിയാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഭാര്യ 3 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ അറിയാലോ, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. സോ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഒരു കഥയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ആ വ്യക്തിയുടെ ഒരു ഓഫീസിൽ ഒരു റെയ്ഡ് നടക്കുകയും അതിനെ തുടർന്ന് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മിസ്സാവുകയും ആ സാധനം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനായിട്ട് പുള്ളി കാണിക്കുന്നത് അത്ര പാടുകളൊക്കെയാണ്. ഇത് നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു 5-6 സ്റ്റോറി എടുത്തിട്ട് പാരലി കാണിക്കുക. അതായത് അജു വർഗീസിന്റെയും ഗ്രേസ് ആന്റണിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. അവരുടെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആവാറായിട്ട് ഇരിക്കുന്ന ഒരു കപ്പിളാണ്. അവരുടെ ഒരു കഥയുണ്ട്. പാരലി അവിഹിതം കൊണ്ടുപോകുന്ന 2 പേരുടെ കഥയുണ്ട്. സൈജു ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു സ്റ്റോറി. പിന്നെ ഒരു ആക്ടറിന്റെ കഥയുണ്ട്. ആക്ടർ പൊതുവെ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു ഇൻകം ടാക്സ് ഓഫീസറായിട്ട് നമ്മുടെ സിദ്ദിഖൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറൊക്കെ ഭയങ്കര ഫണ്ണിയാണ്. സോ ആ ഒരു ക്യാരക്ടർ. പിന്നെ ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും വലിയ എന്താ പറയുക താരം, സ്റ്റാർ ഓഫ് ദ മൂവി എന്ന് പറയുന്ന ബൈജു ആണ്. ബൈജു സ്ക്രീനിൽ വരുന്നതോടുകൂടിയാണ് ശരിക്കും സിനിമയ്ക്ക് ഒരു എലവേഷൻ നടക്കുന്നത്. അതുവരെ സിനിമ ഇങ്ങനെ പോകും. ബൈജു വരുന്നതോടുകൂടി ഭയങ്കര ഒരു തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എന്റർടൈനർ ആയിട്ട് സിനിമ മാറുന്നുണ്ട്. സോ ബൈജുവിനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. ആ ഒരു അത്രയും നന്നായിട്ട് ആ ഒരു റോൾ ചെയ്തെടുത്തേന്. ഒരു പോലീസ് ഇൻസ്പെക്ടറിന്റെ റോളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബാക്കി കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട്. പാരലി ഒരുപാട് സ്റ്റോറി ലൈൻസും ലാസ്റ്റ് ഇത് എങ്ങനെ മിക്സ് ആവും, ബ്ലെൻഡ് ആവും എന്നൊക്കെ ഉള്ളതാണ് കഥ. ഞാൻ പറഞ്ഞില്ല, ഒരു നമ്മൾ ചില ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുന്നുണ്ട്, ഡ്യൂ ഡേറ്റ്, ഹാങ് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന പോലത്തെ ഒരു വൈബിലാണ് കഥ പോകുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു കൂടുതൽ ഇതിന് മാക്സിമം ഒരു 3 ദിവസം അതിനകത്തുള്ള കഥയാണ് ഇതിന് മൊത്തം സിനിമയിലുള്ളത്. അതിലും തന്ത്രപ്രധാനമായിട്ട് ഉള്ള ഭാഗം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നൈറ്റിലാണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ. കാക്കനാട് മറ്റു ഭാഗങ്ങളിലൊക്കെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് മൂവി പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് 2-3 സ്ഥലത്ത് മൂവി ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഓർത്ത് ചിരിക്കാവുന്ന 2-3 രംഗങ്ങളും ഉണ്ട് സിനിമയ്ക്ക്. സത്യം പറയാമല്ലോ, ഒരു ഹോസ്പിറ്റൽ സീനും പിന്നെ അല്ലാതെ കുറച്ച് ബേസിൻ്റെതായ കുറച്ച് എക്സ്പ്രഷൻസും ബൈജുവിൻ്റെതായ കുറച്ച് തగ్గടിയും അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫണ്ണി ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് നിഖില വിമലിൻ്റെ ഒരു ക്യാരക്ടറാണ്. കാരണം പുള്ളിക്കാരി ഇപ്പം അടുപ്പിച്ച്, എനിക്ക് തോന്നുന്നു ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നോണ്ടായിരിക്കാം, അടുപ്പിച്ച് കിട്ടുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും ഒരേ ഒരു എക്സ്പ്രഷനാണ്. ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഇതിലും. വലിയൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല. അതാണ് നിഖില വിമലിൻ്റെ. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇതിൻ്റെ സ്ക്രിപ്റ്റിലെ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ലൂപ്പ് ഹോൾസ് ഒക്കെ അടയ്ക്കാൻ പറ്റുമായിരുന്നു. ഞാൻ തന്നെ അതിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന് പാലിച്ചോ, ഇവിടെ ഇങ്ങനെ സംഭവിക്കാമല്ലോ, അതെന്തുകൊണ്ട് നടന്നില്ല, അതൊക്കെ രണ്ടാമത് ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നും. ആരെ കൊണ്ടും അത് ചിന്തിക്കാൻ പറ്റും. അത്രയും ഒരു ലൂപ്പ് ഹോളാണ്. കാരണം പരിചയമില്ലാത്ത പ്രേക്ഷകരാണ് കൂടെ ഇരുന്നത്. സോ അവരിൽ പലരും ഇതിങ്ങനെ ചോദിച്ചേ അതെങ്ങനെ എന്നുള്ള രീതി. അപ്പൊ അത്തരത്തിൽ ലൂപ്പ് ഹോൾസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ കുറച്ചുകൂടെയൊക്കെ ഒരു മെച്ചപ്പെട്ടൊരു സിനിമയാവുമായിരുന്നു. ഇതിന് ഞാൻ എന്താ പറയുക, പേഴ്സണലി കൊടുക്കാൻ പറ്റുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 3/5. അത് 3 കൊടുക്കുന്നത് തന്നെ ഇത്രയും ആക്ടേഴ്സിന്റെ കിടിലൻ പെർഫോമൻസ് ആണ്. ബേസിൽ ജോസഫ് ആണെങ്കിലും ബൈജു ആണെങ്കിലും ഇവർ 2 പേരുമാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ സിദ്ദിഖിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് മദ്യത്തിലൊക്കെയുള്ള വീക്ക്നെസ്സും ആ ഒരു കാര്യങ്ങളും പിന്നെ കൊച്ചു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. കുറെ നാളിന് ശേഷം മനോജ് കെ ജെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും ഈ സിനിമയ്ക്കകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്ക്രിപ്റ്റിനകത്തുള്ള കുറച്ച് ലൂപ്പ് ഹോൾസും ഭയങ്കരമായിട്ടൊരു തമാശ പടം പോലെയാണ് ഇതിന്റെ ഇന്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു തമാശ പടമല്ല,
തമാശകളും ഉണ്ട്, പക്ഷെ അതേസമയം ഒരു സ്ക്രിപ്റ്റിലെ ഒരു കഥയോടൊപ്പം സഞ്ചരിച്ച് പോവുകയാണ് നമ്മളിങ്ങനെ. അപ്പോൾ അതിൽ ആ ഒരു പർട്ടിക്കുലർ സാധനം, ആ സാധനം തിരിച്ചെടുക്കാനുള്ള തത്രപ്പാടുകളും അതിനകത്ത് എന്താണ് അങ്ങനെയൊക്കെയുള്ള കുറേ രസമാണ്, കുറേ സാധനങ്ങളൊക്കെ രസമാണ്. പക്ഷെ ആ ഒരു ഒഴുക്ക് ഇല്ല സിനിമയ്ക്ക്. ആ ഒരു ഒഴുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പല സ്ഥലങ്ങളും സ്റ്റക്കായി നിന്ന പോലെ തോന്നും. ഇടയ്ക്ക് പല ആൾക്കാരും ഇടയ്ക്ക് ഫോൺ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. സോ ഈ സിനിമ എനിക്ക് എന്താ പറയുക, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ. ഒരിക്കലും മറ്റൊരു മൈ ബോസ് ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ മറ്റൊരു ത്രില്ലർ മൂവി ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. കുറച്ച് ത്രില്ലിംഗ് എലിമെന്റ്സും കുറച്ച് കോമഡി ഉള്ളൊരു സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇത് ഇപ്പോൾ ഉള്ള സ്ഥിരം സിനിമകളുടെ പാറ്റേൺ പോലെ തന്നെ ഇതിനും ചിലപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. കാരണം മേ ബി കണ്ടിന്യൂഡ് എന്നാണ് അവസാനം എഴുതി കാണിക്കുന്നത്. സോ ഐ എം നോട്ട് ഷുവർ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയുടെ സക്സസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കാരണം ഇതിൽ കഥ അവസാനിക്കുന്നില്ല, അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. ഇനിയും അങ്ങോട്ട് കുറേ പരിപാടികളുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം മ്യൂസിക്കാണ്. മ്യൂസിക് ഒരു രസമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ കളിക്കളം അങ്ങനെ ഒരു പാട്ടില്ലേ പണ്ടത്തെ റാംജി റാവുലൊക്കെ ഉള്ള ആ ഒരു പാട്ട് പോലെ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. നുണക്കുഴി എന്ന് പറഞ്ഞിട്ട് വേർഡ് വന്നിട്ടൊരു ക്യാച്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പാട്ടാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ തീം സോങ്. പിന്നെ എനിക്ക് ഇതിങ്ങനെ കുറേ സംഭവം കൊണ്ട് കണക്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് എന്താ പറയുക, പാരലായിട്ട് ഒരുപാട് ബട്ടർഫ്ലൈ എഫക്റ്റ് പോലൊരു സാധനമാണ്. ഇതിൽ ഒരാൾ ചെയ്യുന്ന ഒരു ആക്ഷനിൽ നിന്നാണ് ഇത് മൊത്തം ഉണ്ടാകുന്നത്. സോ ആ ഒരു സംഭവങ്ങളെല്ലാം അത് കണക്ട് ചെയ്തതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിൽ ആയി പോകും. കാരണം ഈ ബേസിൽ ഒരു ഫ്ലാറ്റിലെത്തുന്നത്, അവിടെ നടക്കുന്ന കുറേ പരിപാടികൾ, അതൊക്കെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഈ സിനിമ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനുമായിട്ട് ക്ലാഷ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലോ എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജി ജോസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയുകയാണ്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കിടിലം ക്വാളിറ്റി കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ജി ജോസ്. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.